ജയിൽ നോമിനേഷനിൽ ആദ്യം വന്നത് അനീഷാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷ് അവിടെ വന്ന് നിൽക്കുന്ന ആ നിമിഷം തൊട്ട് ആദിൽ ഇങ്ങനെ പുറപുറത്ത് പറയുന്നുണ്ടായിരുന്നു, ചോക്ലേറ്റ് ഒക്കെ തന്നതാ, ഇപ്പൊ എന്റെ പേര് പറയും, ഇപ്പൊ എന്റെ പേര് പറയും. പക്ഷെ അനീഷ് ആരുടെയും പേര് പറഞ്ഞില്ല, ആദിലയുടെ പേര് പറഞ്ഞില്ല. പകരം അനീഷ് പറഞ്ഞ പേരുകൾ അനുമോൾ ആൻഡ് നെവിനാണ്. കംപ്ലീറ്റ്ലി ടാസ്ക് ബേസ് ആയിരുന്നു. അനുമോളുടെ പേര് പറഞ്ഞതിനകത്ത് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അനീഷിന് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അനീഷ് അനുമോളുടെ പേര് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം എന്ന് വെച്ചാൽ അനീഷിന്റെ ബിസിനസ് സംരംഭം തുടങ്ങി വന്ന ഒരു സംരംഭം പൂട്ടിച്ചു. അനീഷേന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള ക്വാളിറ്റി ചെക്കർ ഓഫീസേഴ്സ്മാരൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം കേരളത്തിൽ ഒരു പുതിയ സംരംഭം ഉണ്ടായി വരുമ്പോൾ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വളരെ രസകരമായിട്ടാണ് അനുമോളുടെ പേര് അനീഷ് അവിടെ നോമിനേറ്റ് ചെയ്തത്. നെവിൻ അവിടെ ഒരു ഉടമസ്ഥനായിരുന്നു. അവിടെ ആ സമയത്ത് ഒരു ഓറഞ്ച് ജ്യൂസിന്റെ ഉടമയായിരുന്നു. പക്ഷെ നെവിൻ ചെയ്ത ആ ഒരു ടാസ്ക് കുളമാക്കിയതിനെ കുറിച്ച് അനീഷ് നന്നായിട്ട് തന്നെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സോ അനീഷിന്റെ ജയിൽ നോമിനേഷൻ അടിപൊളിയായിരുന്നു. അതിനുശേഷം പിന്നീട് ആദില വന്നിട്ട് ഈ പറയുന്ന അനീഷിനെ കുറിച്ച് ആദിലയ്ക്ക് എന്തൊക്കെ പറയാനുണ്ടായിരുന്നോ അതെല്ലാം ആദില എണ്ണി പറഞ്ഞു. ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ബോട്ടിൽസ് ഒക്കെ എടുത്ത് ചവിട്ടി പൊളിച്ച്, അതായത് നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഫുഡല്ലേ, അത് ഫുഡ് കുടിക്കാൻ മീൻസ് വെള്ളമല്ലേ, വെള്ളം കുടിക്കേണ്ട സാധനങ്ങളൊക്കെയാണ് അത് പൊളിച്ചത്. പിന്നെ അതുപോലെ തന്നെ ആ ബോട്ടിൽസ് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്, അപ്പോൾ അത് നശിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ ആദില കുറച്ചധികം കാട് കയറി പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഏത് നേരവും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷിനെ അടിച്ച കാര്യത്തെക്കുറിച്ച് ഒരു ന്യായീകരണം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദില മനഃപൂർവ്വം തന്നെയാണ് അനീഷിനെ അടിച്ചത്. അനീഷിന് അടി കിട്ടിയാലും അനീഷിന് ഉന്ത് കിട്ടിയാലും തള്ളു കിട്ടിയാലും അനീഷിന്റെ ഒരു വല്ലാത്തൊരു നോട്ടമുണ്ട്. ആ നോട്ടം നോക്കിയിട്ട് ഇങ്ങനൊരു നോട്ടമുണ്ട്. ആ നോട്ടം നോക്കിയിട്ട് ഒരു നിപ്പ. പിന്നെ അനീഷ് അതിനെക്കുറിച്ച് മിണ്ടത്തില്ല. ഒരു ദേഷ്യവും എല്ലാം ഫ്രസ്ട്രേഷനും എല്ലാം ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അനീഷ്. അങ്ങനെ ആദില അനീഷിനെ അത്രയും ഡീപ്പായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തൊട്ട് പറയുമ്പോൾ നമ്മുടെ നൂറ ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക്, ആദില അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നൂറ കയറി എതിർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പിന്നെ അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആദിലെ എതിർക്കുന്നുണ്ട് നൂറ. അത് ആദില മാത്രമല്ല, ആദിലയല്ല, നൂറ മാത്രമല്ല, നൂറയും അനുമോളും കുറച്ചൊക്കെ, അനുമോൾ കുറച്ചേ അധികം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഷാനവാസ് നിർബന്ധമായിട്ടും ഷാനവാസും ആദിലയെ എതിർത്തു. അങ്ങനെ ഏതിനും അങ്ങ് ആദില കറക്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നൂറയും ഷാനവാസും ഒറ്റക്കെട്ടായിട്ട് ആദില നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് എതിർത്ത് സംസാരിച്ചു. അവസാനം ആദിലയ്ക്ക് ദേഷ്യം വന്നിട്ട് എന്നാ പിന്നെ ഷാനവാസും നൂറയും വന്ന് അങ്ങ് സംസാരിക്കേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ക്യാപ്റ്റനായിട്ടുള്ള ഒനീലായിരുന്നല്ലോ, ഒനീലിന്റെ അടുത്ത് എനിക്കത് സംസാരിക്കാമോ, ഒനീൽ എനിക്ക് സംസാരിക്കാമോ എന്ന് പറഞ്ഞിട്ട് ആദില ഭയങ്കര ധാർഷ്ട്യമൊക്കെ ആയിരുന്നു. പക്ഷേ ആദില അവസാനം അനീഷിനെ കുറിച്ച് മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞു. അതിനകത്ത് എനിക്ക് ഒരു സന്തോഷം തോന്നി. കാരണം പുള്ളിക്കാരിക്ക് എല്ലാവരുടെ മുന്നിൽ അനീഷിനെ കുറിച്ച് അങ്ങനെ പറയാൻ കിട്ടിയൊരു അവസരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ ആദിലയ്ക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ആ കുഴപ്പം അങ്ങ് ഇതോടെ തീർന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇനി ആദില ജയിൽ നോമിനേഷൻ നടത്തിയതിനു ശേഷം പിന്നെ വന്നത് നൂറയാണ്. നൂറ ഞെട്ടിച്ചു. നൂറ കറക്റ്റ് ആദിലടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞ പല കാര്യങ്ങളും ആ ഒരു നോമിനേഷന്റെ വേദിയിൽ വന്നെന്ന് പറയുന്നുണ്ട്. അതായത് ആദില തന്നെ കിടക്കണം, ആദിലയുടെ ദേഷ്യം, അനാവശ്യമായിട്ട് ആദില ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ തെറ്റാണ്. ആദിലയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ട്. പിന്നെ അനീഷിനെ ഓഫ് കോഴ്സ് അനീഷിനെയും അതേ കണക്ക് നോമിനേറ്റ് ചെയ്തു. കാരണം ഷാനവാസിന്റെ ആ ഒരു പ്ലാൻ അത് നൂറയും ഏറ്റെടുത്തു. അനീഷും ആദിലയും ഒന്നിച്ച് ജയിലിൽ കിടക്കട്ടെ, കിടന്നിട്ട് വല്ലതൊക്കെ നടക്കൂ, ഇനി അടുത്ത വല്ല സംഭവം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഏതാണ് ശരി, ആദിലയ്ക്ക് മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ കിട്ടിയൊരു അവസരവും അതുപോലെ തന്നെ നൂറയും ഷാനവാസും ചേർന്നുണ്ടാക്കിയ ആ ഒരു ഗെയിം പ്ലാൻ രണ്ടെണ്ണത്തിനെയും കൂടെ ജയിലിൽ കിടത്താം എന്നുള്ളതും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.